കുംഭമേള കല്യാണത്തിന്റെ തിരക്കഥയിലെ അടുത്ത ചാപ്റ്റർ പുറത്തു വന്നു. നായിക ഗർഭിണിയാണ്. നായിക ഗർഭിണിയാണ് എന്നുള്ളതിനേക്കാൾ ഇതൊരു അടുത്ത നാടകമാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. മാമിന് എന്താ തോന്നിയത്? മാർച്ച് 11 ആയിരുന്നില്ലേ അവരുടെ വിവാഹം ഒഫീഷ്യലായിട്ട് നടന്നത് അമ്പലത്തിൽ വെച്ചിട്ട് നമ്മളുടെ 3 കാർമ്മികന്മാരുടെ നേതൃത്വത്തിൽ. അറിയാലോ, ഗോവിന്ദൻ മാഷ്, ഡബിൾ എ റഹീം, ശിവൻകുട്ടി, അപ്പൂപ്പൻ. അപ്പൂപ്പൻ ഇപ്പൊ അപ്പൂപ്പനാവാൻ പോകുന്നു. അതല്ലേ ഇപ്പൊ പ്രജിത പറഞ്ഞത്. അപ്പൂപ്പൻ ശരിക്കും തന്നെ അപ്പൂപ്പനാവാൻ പോകുന്നു. കുംഭമേള കുഞ്ഞ് ഗർഭിണിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗർഭിണിയാണെന്ന് തന്നെ വെച്ചോളൂ, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. 1 മാസത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗർഭിണിയൊക്കെ ആവാം. ഗർഭിണിയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ആര് ചെയ്തു കൊടുക്കുന്നു? ഈ കുട്ടിക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഛർദ്ദിക്കൽ പോലെ വരാം, വളരെ അസ്വസ്ഥതകൾ തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും സാമീപ്യം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ് ഏർലി സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി. എൻ്റെ അമ്മ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഈ കുട്ടി ഗർഭിണിയാണെങ്കിൽ തന്നെ ആ കുട്ടിക്ക് ഇപ്പോൾ ഏറ്റവും അധികം സംരക്ഷണം വേണ്ടത് സ്ത്രീകളിൽ നിന്നാണ്. ഭർത്താവ് എത്രയൊക്കെ സംരക്ഷണം കൊടുത്താലും സ്നേഹം കൊടുത്താലും ഒന്ന് പുറം തടവി തരാനും, അല്ലെങ്കിൽ മോളെ അത് കഴിക്കുമോ, ഒക്കെ എന്താ ഇഷ്ടമുള്ളത് എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കാനായിട്ട് പ്രത്യേകിച്ചും അമ്മയുടെ ഒരു കരുതൽ ആവശ്യമുള്ള സമയമാണ്. ആ കുട്ടിക്ക് തിരിച്ച് മധ്യപ്രദേശിലേക്ക് പോവാണ്ടിരിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു എന്താ പറയുന്ന, ആൾക്കാരുടെ ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി പറഞ്ഞ കാര്യമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി പറയുന്നു ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് മധ്യപ്രദേശ് പോലീസ് മടങ്ങിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഈ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ അറിയുന്നു. പക്ഷേ എവിടെയാണ് ഇവർ താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആഭ്യന്തരം കൈയാളുന്ന കരുതൽ ആഭ്യന്തരമന്ത്രിയായ പിണറായി സഖാവിൻ്റെ പിടിപ്പുകേടായിട്ട് തന്നെ നമുക്കിത് കാണേണ്ടി വരും. ഞാൻ പറയുന്ന മധ്യപ്രദേശ് പോലീസ് വന്നിട്ട് ഇവിടെ നിന്ന് ഒന്നും കിട്ടാതെ, അതായത് നമ്മുടെ കേരള പോലീസിന്റെ നിസ്സഹകരണം കൂടി ഉണ്ട് അതിൽ, അങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം മാം പറഞ്ഞിട്ടുള്ള കുറച്ച് കരുതലിൻ്റെയും ഒക്കെ കാരണങ്ങളുണ്ട്. ഈ പെൺകുട്ടിക്ക് ഗർഭിണിയാണ് എന്നുള്ള ഒറ്റ പേരിൽ പോലീസിന് മുമ്പിൽ ഹാജരാകാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ആ കുട്ടി എവിടെ താമസിക്കുന്ന പോലീസ് അവിടെ പോയി ആ കുട്ടിയുടെ മൊഴിയെടുക്കില്ലേ? അതെ, സ്ത്രീകൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ആണെങ്കിൽ പറഞ്ഞാൽ ഇത് ചെയ്യാം. തീർച്ചയായിട്ടും എവിടെയാണ് അവർ താമസിക്കുന്നതെന്ന് പോലീസിന് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കൃത്യമായിട്ട് മെസ്സേജുകൾ ഇവർക്ക് വരുന്നുണ്ട്. ഇനി ഫോണിലാണ് വരുന്നത്, മെസ്സഞ്ചർ വഴിയാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ വഴി കൊടുത്തേക്കുന്നുവെങ്കിൽ പോലും ഇവർ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ എത്ര എളുപ്പമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെയോ ഇവരെ സംരക്ഷിക്കുന്നുണ്ട്. ഇതിന് പുറകിൽ ഇതിനെക്കാട്ടിലും വലിയ ഒരു കഥ അല്ലെങ്കിൽ ഒരു നാടകം തന്നെ നടക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ മധ്യപ്രദേശ് സർക്കാർ ഈ കുട്ടിയുടെ മാതാപിതാക്കളും പറയുന്നത് പോലെ ഈ കുട്ടിക്ക് 16 വയസ്സായിട്ടില്ല. 18 വയസ്സ് നമുക്ക് കുറച്ചും കൂടെ ആരോഗ്യവിധയായിരിക്കും ഗർഭിണിയൊക്കെ ആകുമ്പോൾ. 16 വയസ്സുള്ളൊരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോഴാണ് ഇത്രമാത്രം അവശത തോന്നുന്നത്. അങ്ങനെയും നമുക്ക് ആലോചിക്കാമല്ലോ. ശരിയല്ല, 18 വയസ്സ് കുറച്ചും കൂടി ശാരീരികമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനൊക്കെയുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടാവും. അതിനാണെന്നൊരു ടീനേജറാണ്, അവൾക്കൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് അവളെ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ കെയർ കൊടുക്കണ്ടേ? നമ്മൾ പറയുന്നു കേരളം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണെന്ന് പറയുന്നു. ആ അവസരത്തിൽ ഗർഭിണിയായ അനാഥയെ പോലെ, അതായത് അച്ഛനെയും അമ്മയും ആരും ഇല്ലാണ്ട് അനാഥയായിട്ട് വന്ന് താമസിക്കുന്ന ഒരു കുട്ടി ഗർഭിണിയാണെന്ന് പറയുമ്പോൾ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോവുകയും അതിനാവശ്യമായ ഏർലി പ്രഗ്നൻസിയിൽ കഴിക്കേണ്ടതായ കുറേ മരുന്നുകളും നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുവാൻ വേണ്ടി ഒരു മെഡിക്കൽ ഡോക്ടർ അങ്ങോട്ടേക്കെങ്കിലും ആ കുട്ടിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, പക്ഷെ ഡോക്ടറിനെ അങ്ങോട്ട് പോയി കാണാമല്ലോ. ആ കുട്ടിക്ക് BP ചെക്ക് ചെയ്യണം, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനുണ്ട്. അതൊക്കെ ഡോക്ടർ പോയി ചെയ്തു കൊടുക്കുന്നുണ്ടോ? അതിനർത്ഥം ഈ ഒളിത്താവളത്തിൽ ഇവർ താമസിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് ഗർഭിണിയാണെങ്കിൽ, പിന്നെയും ഞാൻ പറയാണ് ഗർഭിണിയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? അമ്മാവന്മാർ 3 പേരും കാരണവന്മാരും 3 പേരും കൈയൊഴിഞ്ഞു. അവരെക്കുറിച്ച് ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. പക്ഷേ ഈ കുട്ടി നിരന്തരമായി, ഈ കുട്ടിയും ഫർഹാനും നിരന്തരമായി മീഡിയയിൽ വന്നിട്ട് ഇവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർ ഒളിവിലാണെന്ന് പറയുകയും ചെയ്യുന്നു. ഈ മധ്യപ്രദേശ് പോലീസിനെ ഫർമാനാണ്, ഭർത്താവ് ഫർമാനാണ് ഈ വിവരം അറിയിക്കുന്നത്. ഈ ഫർമാൻ വിവരം അറിയിക്കുമ്പോൾ ഇത് മധ്യപ്രദേശ് പോലീസ് ആയിക്കോട്ടെ, ഇനി കേരള പോലീസിന്റെ ഭാഗത്തായിക്കോട്ടെ, ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇതിനൊരു തീരുമാനമായിട്ടേ ഭർത്താവ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ പോക്സോ കേസിലെ പ്രതിയാണ്. ഈ കുട്ടി
18 വയസ്സിന് മുകളിലാണെങ്കിൽ മാത്രമേ ഭർത്താവ് എന്നുള്ള പദം നമുക്ക് ലീഗലായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 18 വയസ്സിൽ താഴെ, ഒരു ദിവസം താഴെയാണെങ്കിൽ പോലും അദ്ദേഹം പോക്സോ കേസിൽ പ്രതിയാണ്. പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, അതോടൊപ്പം തന്നെ ആ കുട്ടിയെ വിവാഹം കഴിച്ചു. ഒട്ടും നിയമപരമായി സാധുതയില്ലാത്ത വിവാഹമാണ്. അതുകൊണ്ട് അതിനെ വിവാഹം എന്ന് തന്നെ പറയാൻ പറ്റില്ല. ദേ ആർ ലിവിങ് ടുഗദർ. ഇതായിട്ട് നിയമത്തിന് വിധേയപ്പെടാണ്ട് അവർ ഒരുമിച്ച് താമസിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് നമുക്ക് ഏർലി സ്റ്റേജസിലുള്ള ചെക്കപ്പുകൾ, റുട്ടീൻ ചെക്കപ്പുകളും കാര്യങ്ങളും മെഡിസിൻസും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇതൊന്നുമില്ലാതെയാണോ ഈ പെൺകുട്ടിയെ, ഒരു സംരക്ഷണവും ഇല്ലാതെയാണോ പാർപ്പിച്ചിരിക്കുന്നത്? അത് തന്നെയാണ് പറയുന്നത്. സംരക്ഷണമുണ്ട്, നല്ല സംരക്ഷണ വലയത്തിൽ തന്നെയാണ് അവർ. ഇത്രയും കാര്യങ്ങൾ ഇവരെ അറിയിക്കുമ്പോൾ എന്തുകൊണ്ട് ടെലിഫോൺ ടവർ അനുസരിച്ച് എവിടെ നിന്നാണ് ഈ കോളുകൾ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? പോലീസിന് എനിക്ക് തോന്നിയൊരു സംശയമാണ്, പോലീസിനെ വിളിച്ചിട്ട് ഭാര്യ ഗർഭിണിയാണ് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലീസ് അത് കേട്ട് വെക്കുമോ? അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഈ കുട്ടി തന്നെ അറിയിച്ചു എന്നാണ് കേൾക്കുന്നത്. ഫർഹാൻ ആണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന് യാതൊരു ലീഗൽ റൈറ്റിങ്ങും ആസ് ഓഫ് നൗ ഇല്ല. നാളെ ഇത് 18 വയസ്സ് കഴിഞ്ഞു എന്ന് തീരുമാനം വരികയാണെങ്കിൽ ദെൻ ഹി ഹാസ് ഓൾ ദ റൈറ്റ് ടു സേ ദാറ്റ്. ബട്ട് ഞാൻ അറിഞ്ഞ ന്യൂസിൽ കേട്ടത് ആ കുട്ടി തന്നെ പോലീസിനെ അറിയിച്ചു, ഗർഭിണിയായത് കാരണം വരാൻ പറ്റുകയില്ല, ഇത്രയും ദൂരം സഞ്ചരിച്ച് വരാൻ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. ആ കുട്ടി എവിടെയാണെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ഇങ്ങോട്ട് വരാമല്ലോ. മനുഷ്യത്വരഹിതമായ ഒരു സർക്കാരോ പോലീസ് സംവിധാനമോ അല്ല ഈ കേരളത്തിലും അല്ലെങ്കിൽ മധ്യപ്രദേശിലും ഇന്ത്യയിലാകമാനം എന്ന് നമുക്കറിയാം. അപ്പോൾ ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് അറിയിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം? ആ കുട്ടിയെ നല്ല മെഡിക്കൽ കെയർ കൊടുക്കില്ലേ? ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കളികളിലേക്ക് നമുക്ക് സംശയം തോന്നാനുള്ള പ്രധാന കാരണം. പെൺകുട്ടി മറ്റാരുടെയൊക്കെയോ ഭീഷണിയിൽ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും. ഈ കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി എന്ന് തന്നെ നമുക്കൊരു പാട്ടുണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിൽ. ഒന്നും അറിയാണ്ട് വളരെ നിഷ്കളങ്കയാ, കണ്ണുകളിലെ നിഷ്കളങ്കത കണ്ടിട്ടാണല്ലോ ആ കുട്ടി ഒരു വൈറലായി മാറിയത് തന്നെ. ആ കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ആ കുട്ടിക്ക് മനസ്സ് തുറക്കാനായിട്ട് ഒരാൾ സഹായത്തിനില്ല എന്നൊക്കെയുള്ളതാണ് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. തെരുവ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു യുവതി പെട്ടെന്ന് ഒരു പെൺകുട്ടി വെള്ളി വെളിച്ചത്തിലേക്ക് വരികയാണ്. കണ്ണഞ്ചി പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ കണ്ണഞ്ചി പോയതിലാണ് അവളുടെ പാളിച്ച തുടങ്ങുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പിന്നീട് പ്രണയ നാടകങ്ങളും ഒക്കെ ആയി നടക്കുന്നു. പിന്നീട് അത് വിവാഹം വരെ എത്തുന്നു. തുച്ഛമായ ദിവസങ്ങളെ മാത്രമേ പരിചയമുള്ളൂ ഇയാളുമായിട്ട്, എന്നിട്ട് വിവാഹം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോധപൂർവമായിട്ടുള്ള ചിന്ത ഒന്നും ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ബോധപൂർവമായ ചിന്തയല്ല പ്രജിത. നമ്മൾ പല കേസുകളും കാണുകയും ഡീലെയും ചെയ്യുന്ന ആൾക്കാരെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ആ കുട്ടിയുടെ ബോധത്തേക്കാൾ ഉപരി ആ കുട്ടി വല്ല സമ്മർദ്ദത്തിനും നിർബന്ധങ്ങൾക്കും വിധേയമായിട്ടുണ്ടോ എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ആ കുട്ടി പകട്ടിൽ ആകൃഷ്ട എന്നുള്ള കാര്യം മോർ ദാൻ മണി. ഷി വാസ് എക്സൈറ്റഡ്, റോൾസ് റോയ്സിൽ പോകുന്നു, നല്ല വസ്ത്രങ്ങൾ കിട്ടുന്നു, തലമുടി കേൾ ചെയ്യുന്നു, മേക്കപ്പ് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ ആ ഒരു സൗകര്യത്തിലേക്കും അല്ലെങ്കിൽ ആൾക്കാരെല്ലോ ഹലോ എന്ന് പറയുന്നു, ആ കുട്ടിയുടെ ഒപ്പം സെൽഫി എടുക്കാനായിട്ട് ആഗ്രഹം കാണിക്കുന്നു. ആ വെളിച്ചത്തിലേക്ക് ആ കുട്ടി മയങ്ങിപ്പോയിട്ടുണ്ടാകും. അതിനുശേഷം എന്ത് നടന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്ന സന്ദർഭങ്ങൾ പോലെ ഈ കുട്ടിയും ഭീഷണികൾക്ക് അടിമപ്പെട്ടിട്ടാണോ സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ തള്ളിപ്പറയാൻ, സ്വന്തം ജീവനിലുള്ള കൊതി കൊണ്ടാണോ ആ കുട്ടി തള്ളിപ്പറയാൻ തയ്യാറായത് എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. അനിയനും കൂടി ഉണ്ട്. അതെ, ഇപ്പോൾ സിനിമാ മേഖല ആയിക്കോട്ടെ, അഡ്വർടൈസ്മെന്റ് മേഖല ആയിക്കോട്ടെ, ഇതിലെല്ലാം ചതിക്കുഴികളുണ്ട്. നമുക്കറിയാം TCSുമായി ബന്ധപ്പെട്ടുള്ള സംഭവം. അവിടെ എത്ര പേരടങ്ങുന്ന ഒരു സംഘമാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വെരി വെൽ എഡ്യൂക്കേറ്റഡ്, എക്സ്പോസ് ദ ഹോൾ വേൾഡ്. അങ്ങനെയുള്ള പെൺകുട്ടികളെ വരെ ഭീഷണിയിൽപ്പെടുത്തി അവർക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ നിഷ്കളങ്കയായ പെൺകുട്ടി, ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയെ അവിടെ ചൊൽപ്പടിക്ക് നിർത്താൻ എത്ര എളുപ്പമാണ്. ഒരു ചൊല്ല് പണ്ടില്ലേ പ്രജിത, പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന പോലെ, ഒന്നും അറിയാതെ ഏതോ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ നല്ലൊരു കണ്ണുകളും നല്ലൊരു മന്ദസ്മിതത്തോടും കൂടി ലോകശ്രദ്ധയിലേക്ക് വന്ന പെൺകുട്ടി ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം തന്നെ ഞാൻ പറയുള്ളൂ. ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് എൻജോയിങ് എനിത്തിങ്. ആ കുട്ടി വളരെ സ്കെയർഡായിരിക്കും, വളരെ പേടിയുള്ള അവസ്ഥയിലായിരിക്കും. അവരെന്ത് പറഞ്ഞാലും ചെയ്യാനുള്ള ഒരു കണ്ടീഷനായി. കാരണം മരണഭയം എല്ലാവർക്കും ഉണ്ടാവും. ഒരു വയസ്സറിവുള്ള കുട്ടികൾ മുതൽ എത്രയോ പ്രായമായവരെ മരണഭയം നല്ലോണമുണ്ട്. എന്താണ് നടക്കാൻ പോകുന്ന അറിയില്ല. അതോടൊപ്പം തന്നെ ഇവർ പേടിപ്പിക്കുന്നുണ്ടാവും. ഒറ്റ
വെടിയിലല്ല കൊല്ലാൻ പോകുന്നത്, ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിച്ച് കൊല്ലും എന്ന് പറയുന്നുണ്ടാകാം, നമുക്കറിയില്ല. ഞാൻ ഇത്തരത്തിലുള്ള ഗ്യാങ്ങുകൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിപ്പോ പല സാക്ഷ്യങ്ങളും ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടി ഗർഭിണിയാണെന്നും ഇനി വേണമെങ്കിൽ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, അത് കാണിക്കാൻ വേണ്ടി ഇനിയിപ്പോ അത് മാത്രമല്ല, ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ മാം പറഞ്ഞ പോലെ ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും ഈ ജനന സർട്ടിഫിക്കറ്റ് പോലും ഇങ്ങനെ ഹാജരാക്കാമെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് അറിയാം, നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ ഡോക്ടർമാരുണ്ടാവും, ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കണ്ടേ. ഈ കുട്ടി പ്രസവിക്കണമെന്നില്ല, ഈ ഇത് വെച്ച് വയറുകളുണ്ടല്ലോ ഇപ്പൊ കിട്ടുന്നത്, അതുപോലെ വെച്ച് 9 months ആക്കിയിട്ട് ഒരു കുഞ്ഞിനെ കാണിച്ച് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ പോരെ. ഇനി ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആണെങ്കിൽ അതാണെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ ഇതൊക്കെ നമ്മൾ ജേർണലിസത്തിൽ പഠിക്കുന്ന പോലെ 24 hour ന്യൂസാണ്. വിങ്സിൽ കാത്തു നിൽക്കാണ് മറ്റേ ന്യൂസുകൾ കയറി വരാൻ. എത്ര നാളെ ഈ പെൺകുട്ടിയും ആ കുട്ടിയുടെ ന്യൂസുകളും ലൈം ലൈറ്റിൽ ഉണ്ടാവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എപ്പോൾ വേണമെങ്കിലും അത് ഒതുക്കി കളയാം. TCSലെ കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ലൈം ലൈറ്റിൽ വന്നത്. അതുപോലെ ഇത് ലൈം ലൈറ്റിൽ നിന്ന് പുറകിലേക്ക് പോകാനും യാതൊരു പ്രയാസമുള്ള കാര്യമില്ല. പ്രജിത, നമ്മൾ ആലോചിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി ലൈം ലൈറ്റിൽ വന്നു, ഒരു ഹിന്ദു പെൺകുട്ടി, എത്ര വേഗം അവളെ ഒതുക്കി. അവൾക്ക് എന്തൊരു നല്ല ഭാവി ഉണ്ടായിരുന്നു, ആ കുടുംബം തന്നെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അതിനെ എത്ര നന്നായിട്ട് അവർ ഒതുക്കി. അങ്ങനെയും നമുക്ക് ചിന്തിച്ചൂടെ ഇതിനെക്കുറിച്ച്. ഇനി അവളൊന്നും അല്ലാണ്ടായി തീരുകയാണ് അല്ലേ. ഒരു അമ്മയായിട്ട് ഫർഹാൻ്റെ ഈ പറഞ്ഞ പോലെ നിയമസാധ്യതയുള്ള വിവാഹമാണെങ്കിൽ ഫർഹാൻ്റെ ഭാര്യയായിട്ടും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ടും അവൾ ഒതുങ്ങിപ്പോവുകയാണ്. കാരണം ഇവരുടെ ആചാരപ്രകാരം ലൈം ലൈറ്റിലേക്ക് വരുവാനായിട്ട് ഇവരുടെ സ്ത്രീകളെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ആ കുട്ടിയുടെ ടാലൻറ്റുകൾ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവുകളും ഇല്ലാതാക്കുന്നതിൽ വിജയിച്ചു ഫർഹാനും കൂട്ടരും വിജയിച്ചു എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. ലെറ്റ് us ഹോപ്പ് എല്ലാം മാതാപിതാക്കൾ പറയുന്നത് പോലെ ഈ കുട്ടി ഒരു മൈനറാണെന്നും ആ കുട്ടിക്ക് വീണ്ടും തൻ്റെ ഗ്രാമത്തിലൊരു ജീവിതം കിട്ടുമെന്നും നല്ലൊരു നാളെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.